ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ല നൽകുന്ന ഒരു ഫായിദ നമുക്ക് പ്രകാരം വായിക്കാം. അതായത് ഏത് വൃക്ഷത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് അടുക്കരുത് എന്ന് ആദം അലൈഹിസ്സലാമിനോടും ഹവ്വയോടും വിലക്കിയത് എന്നതിനെ സംബന്ധിച്ച് മുഫസ്സിറുകൾക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്ന ഫായിദ പ്രകാരമാണ്. ഇമാം അവറുകൾ പറയുന്നു, ഫസ്സവാബു ഫീ ദാലിക അൻ യുഖാൽ, ഇതിലെ ശരിയായ അഭിപ്രായം ഇപ്രകാരം പറയപ്പെടലാണ്. എന്താണത്? ഇന്നല്ലാഹ ജല്ല സനാഉഹു നഹാ ആദമ വസൗജതഹു അൻ അക്ലി ഷജറത്തിൻ ബിഐനിഹാ മിൻ അഷ്ജാരിൽ ജന്ന. സ്വർഗത്തിലെ വ്യത്യസ്തങ്ങളായ വൃക്ഷങ്ങളിൽ നിന്നും ഒരു പ്രത്യേക വൃക്ഷം, അതിനെ പ്രത്യേകം നിജപ്പെടുത്തപ്പെട്ടതായ ഒരു പ്രത്യേക വൃക്ഷം, അതിൽ നിന്ന് കഴിക്കുന്നതിനെ തൊട്ട് ആദമിനോടും ആദമിന്റെ പത്നിയോടും അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധനം ഏർപ്പെടുത്തി, വിലക്കേർപ്പെടുത്തി. ദൂന സായിരി അഷ്ജാരിഹ, അതിലുള്ള മറ്റുള്ള വൃക്ഷങ്ങളെ കൂടാതെ. എന്നാൽ ഫഖാലഫ ഇലാ മാ നഹാഹുമല്ലാഹു അൻ, ഇവർ രണ്ടുപേരും ഏതൊരു കാര്യത്തെയാണോ അള്ളാഹു വിലക്കിയത് അതിന് വിപരീതം പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഫഅകലാ മിൻഹാ കമാ വസഫഹുമല്ലാഹു ജല്ല സനാഉഹു ബി, അള്ളാഹു അതിനെ വിശേഷിപ്പിക്കുന്നത് പോലെ അവർ രണ്ടുപേരും ആ വൃക്ഷത്തിൽ നിന്ന് പഴം ഭക്ഷിക്കുകയുണ്ടായി. വലാ ഇൽമ ഇൻദനാ അയ്യു ഷജറത്തിൻ കാനത് അലൽ തഅയീൻ, എന്നാൽ അത് ഏതു വൃക്ഷമാണ് എന്ന് നിജപ്പെടുത്തപ്പെട്ടതായ നിലയിൽ അതിനെക്കുറിച്ചൊരു അറിവ് നമ്മുടെ കയ്യിലില്ല. എന്താണ് അതിനെക്കുറിച്ചൊരു അറിവില്ലാത്തത്? ലിഅന്നല്ലാഹ ലം യദഅ ലിഇബാദിഹി ദലീലൻ അലാ ദാലിക ഫിൽ ഖുർആൻ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് വേണ്ടി ഇതിനെ സംബന്ധിച്ച് സൂചന നൽകുന്ന ഒരു ദലീൽ നൽകിയിട്ടില്ല. വലാ ഫിസ് സുന്നത്തി സ്വഹീഹ, സ്വഹീഹായ സുന്നത്തിലും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തെളിവ് വച്ചിട്ടില്ല. ഫഅന്നാ യഅതി ദാലിക്, പിന്നെ എങ്ങനെയാണത് നമുക്ക് ലഭിക്കുക? എങ്ങനെ അതിനെ സംബന്ധിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കാനാണ്? വഖദ് ഖീൽ, എന്നാൽ പറയപ്പെട്ടിട്ടുണ്ട് പല അഭിപ്രായങ്ങൾ. കാനത് ഷജറത്തുൽ ബുരി, വഖീല കാനത് ഷജറത്തുൽ ഇനബി, വഖീല കാനത് ഷജറത്ത് തീൻ, അത് അത്തിമരമാണ്, അതല്ല മുന്തിരി മരമാണ്, അതല്ല ഗോതമ്പ് ചെടിയാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. വജായിസുൻ അൻ തക്വന വാഹിദത്തൻ മിൻഹ, ഇതിൽ ഏതെങ്കിലും ഒന്നാവുക എന്നുള്ളത് അനുവദനീയവുമാണ്, ചിലപ്പോൾ അതായിരിക്കാം. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം വദാലിക ഇൽമുൻ, അത് ഏതൊക്കെയാലും ഒരു ഇൽമാണത്. ഇദാ ഉലിമ ലം യൻഫഇൽ ആലിമ ബിഹി ഇൽമു, ആ അറിവ് ഒരാൾ അറിഞ്ഞാൽ ആ അറിഞ്ഞവന് ഈ ഇൽമ എന്തെങ്കിലും പ്രയോജനം ചെയ്യുകയില്ല. അങ്ങനെയുള്ള ഒരു ഇൽമാണത്. ഒരാൾ അതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിയിട്ട് പഠിച്ചു മനസ്സിലാക്കി, എന്നാൽ അവനക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്ന കാര്യമാണോ അത്? എന്തെങ്കിലും ഗുണം കിട്ടുമോ ആ അറിവ് കൊണ്ട്? ഇല്ല. വഇൻ ജഹിലഹു ജാഹിലുൻ ലം യദുർറഹു ജഹ്ലുഹു ബി, ഇനി ഒരാൾക്ക് അതിനെ സംബന്ധിച്ച് അറിവില്ല, ആ അറിവില്ലായ്മ അവനെ ഏതെങ്കിലും ദോഷം വരുത്തുമോ? അതുമില്ല. അങ്ങനെയുള്ള ഒരു കാര്യം മാത്രമാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ദീനിലോ ദുനിയാവിലോ യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു കാര്യത്തിന്റെ പിന്നാലെ നടക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്നാണ് ഇമാം ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ല വളരെ വിലപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരാൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെട്ട കാര്യത്തിന്റെ പിന്നാലെയാണ് അവൻ പോകേണ്ടത്. പ്രത്യേകിച്ച് ഒരു വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആഖിറത്തിൽ വിജയം വരിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, പോകേണ്ടതില്ല, അതിൽ കുറവ് വരുത്തുകയും ചെയ്യേണ്ടതില്ല. എന്നാൽ നമുക്ക് യാതൊരു നേട്ടവും നൽകാത്തതായ ഒരു കാര്യം, അതിനെക്കുറിച്ച് അറിഞ്ഞാൽ തന്നെ നമുക്ക് യാതൊരു നേട്ടവും ഇല്ല. ഇനി അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ല എന്നുള്ളതിനാൽ നമുക്ക് ഒരു ദോഷവും വരാനില്ല. അങ്ങനെയുള്ള ഒരു ഇൽമ മാത്രമാണത്. അങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ സമയം ചെലവഴിക്കേണ്ടതില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഈ ആയത്തിലൂടെ ഈ ഭാഗത്ത് ഇമാം ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാഹ് നമ്മെ പഠിപ്പിക്കുന്നത്.